കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതക വാർത്തയായിരുന്നു കോട്ടയം തിരുവാതുക്കലിൽ നിന്ന് ഇന്നലെ വന്നത്. ഇന്ന് അതിന്റെ നിർണായകമായ തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മരിച്ച വിജയകുമാരന്മാരുടെ വീട്ടിൽ നിന്ന് കളവ് പോയ DVR ആ വീടിന്റെ പിറകിലുള്ള തോട്ടിൽ നിന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. സനോജ്, എന്തൊക്കെയാണ് ഇന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞത്? ഇന്ന് തെളിവെടുപ്പായിരുന്നു. പ്രതിയെ ആ വീട്ടിലെത്തിച്ചുള്ള പ്രധാനമായും ആ തോട്ടിൽ നിന്ന് DVR അടക്കമുള്ള നിർണായകമായ കേസിന്റെ വഴിത്തിരിവാകാവുന്ന തെളിവുകൾ വരെ കണ്ടെടുത്തിട്ടുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു ഈ കേസ് അന്വേഷണം? ഈ കേസന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കേരള പോലീസിൻ്റെ ഒരു പൊൻതൂവലാണ് ഈ കേസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു കൊലപാതകം നടന്ന് ഇരട്ട കൊലപാതകം നടന്ന് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ആസാം സ്വദേശിയായിട്ടുള്ള പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി നോക്കിയിരുന്ന അമിത് ഉറാങ് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കടന്നിരുന്നുവെങ്കിൽ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി തീരുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നലെ കൊലപാതകം നടന്ന ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ വേണ്ടിയുള്ള ശക്തമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിരുന്നു. വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെ നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സമയക്കുറവ് മൂലം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഏതായാലും കോട്ടയം തിരുവാതുക്കൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇന്ന് നിർണായകമായ തെളിവ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അമിത്തിനെ ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടുതൽ തെരച്ചിൽ നടത്തിയതും വീടിന് തൊട്ടുപിറകിലെ കുളത്തിൽ നിന്ന് ഈ DVR അടക്കം ഈ വിജയകുമാറിന്റെ ഫോൺ അടക്കമുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തിയതും